ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രാവിലെ തന്നെ ഞാൻ കട്ടൻ കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കടന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ്, സാമ്പാറും ഉണ്ടംപൊരി ആയിരുന്നു. അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ബാക്ക് വശത്തൊക്കെ പേരൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. പേരമരമുണ്ട്, പാഷൻ ഫുഡുണ്ട്. ഈ തെങ്ങിലേട്ടാണ് പാഷൻ ഫുഡ് പടർത്തി വിട്ടേക്കണത്. പിന്നെ പേരമരത്തിലേട്ടും വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഉണ്ടായി കിടക്കണം, നല്ല ഭംഗിയുണ്ട്. പിന്നെ അതിൻ്റെ പൂ കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞ് പേരയ്ക്കൊക്കെ അതിൻ്റെ ഇടയിലായിട്ടാട്ടോ, പഴുത്തതും ഉണ്ട്, പച്ചയുണ്ട്. ഇതിപ്പോൾ പച്ചയാണ്. അപ്പോൾ പഴുത്തെന്ന് വിചാരിച്ച് നോക്കിയതാണ്, പച്ചയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പോൾ അത് പറിക്കണ്ട, അത് പഴുത്തിട്ട് പറിച്ചാൽ മതി. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ അവിടെ ഇട്ടു. പിന്നെ ഇതേ പാഷൻ ഫുഡൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതേ വേണമെങ്കിൽ ഞാൻ സൂം ചെയ്ത് കാണിക്കണ്ടേ, കണ്ട പാഷൻ ഫുഡ് അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് നല്ല രസമല്ലേ, പഞ്ചസാരയൊക്കെ ഇട്ട് തിന്നാനായിട്ട്. അതൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഭയങ്കര വെയിലല്ലേ ഇപ്പം, ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് അതിൻ്റെ ജ്യൂസിന്. പിന്നെ അതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീണ്ടും പേരക്കൊക്കെ ഉണ്ട്. പഴുത്തതാണെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് ചുമ്മാ തിന്നും, അല്ലെങ്കിൽ ഈ ഉപ്പും മുളകും ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കും. നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ മുൻവശത്ത് വന്നപ്പോൾ കണിക്കൊന്ന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അല്ലേ, കണിക്കൊന്ന ഒരുപാടുണ്ടായി. പക്ഷേ വിഷു ആകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും കിട്ടാറില്ല. ഇത് നിറച്ചും പൂത്ത് കിടക്കാറുണ്ട്. ഇപ്പോൾ അതേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചുള്ളൂ. അപ്പോൾ കണിക്കൊന്ന കാശ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയായി. കണിക്കൊന്ന 2 മരമുണ്ട് ഇവിടെ, കണ്ടോ, ഒറ്റ കുറവ് നിൽക്കണം. പിന്നെ അതേ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കണിക്കൊന്ന പൂത്ത് നിൽക്കണതാണ്. പിന്നെ മിറ്റടിക്കാനൊക്കെ ഭയങ്കര പാടാട്ടോ ഇതൊക്കെ ഉണ്ടായി കിടക്കുമ്പോൾ. പക്ഷെ ഉണ്ടായി കിടന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്, മഞ്ഞപ്പല്ലേ. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മാറിയപ്പം ജാതിമരം കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ട ജാതിക്കയൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ജാതിക്ക അച്ചാറൊക്കെ ഉണ്ടാക്കുക. ഇത് കക്കാണ്. അപ്പോൾ ഇച്ചിരി കൂടി ഒന്ന് വലിപ്പമായിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുരുമുളകൊക്കെ നട്ടിട്ടുണ്ട്. അതേ അടക്കാമരത്തിലേക്കാണ് അത് കയറ്റിയേക്കണത്. പിന്നെ പേരറിയാത്ത ചെടികളൊക്കെ ഉണ്ട്. ഇത് ചട്ടിയിലാണ് നട്ടേക്കണത്. പിന്നെ ചെത്തിച്ചെടി ഉണ്ട്. ചെത്തി ഞങ്ങൾ അമ്പലത്തിലൊക്കെ കൊടുക്കാറുണ്ട്. ഒരുപാട് ഉണ്ടായി കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ അതേ കണ്ടില്ലേ, എന്താ മുല്ലയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ട റോസൊക്കെ ഉണ്ടായി, അത് പോയി, അത് പിന്നെ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് കുട്ടി കുട്ടി ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഇല ഐറ്റംസിൽ പെട്ട ചെടികളുണ്ട്. പിന്നെ പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ പയർ പഴുത്ത് നിൽക്കുകയാണേ. പിന്നെ മാവൊക്കെ ഞങ്ങൾ ഈ ഇടയ്ക്ക് നട്ടതാണ്, കുഞ്ഞു മാവാണ്. പിന്നെ ഈ ചെടി കട്ട് ചെയ്ത് നിർത്തുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആ മഞ്ഞ കളറും പച്ചപ്പൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ നല്ല വെയിൽ കാരണം കറിവേപ്പിലൊക്കെ ഉണങ്ങിപ്പോയി. കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അത്യാവശ്യമായതുകൊണ്ട് പിന്നെ വേറെ ഞങ്ങൾ നട്ടിട്ടുണ്ട് കറിവേപ്പില. പിന്നെ അടുത്തത് ഇതാണ്, വെള്ള കളറിലുള്ള ചെടി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂവാണ് ഇത്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. കുറേ ഉണ്ടായി കഴിയുമ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അടുത്തത് ഇതാണ്. ഇവിടെ ഒരുപാട് ഇല ഐറ്റംസാണ് കൂടുതൽ. പൂക്കൾ ഉണ്ടെങ്കിലും ഇല ഐറ്റംസിൻ്റെ ചെടികളാണ് അധികം നിൽക്കണത് ഇവിടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക് യു.